3, 2, 1. ഇനി നാളെ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതെന്താ 2 പാൻറ്? ഇതെൻ്റെ മറ്റേതില്ലേ ചോടെയാ. യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ വീട് കണ്ടില്ലേ? ടുഡേ വി ആർ ഗോയിങ് ടു പാക്ക് തിങ്സ്. അപ്പോൾ ഞങ്ങളുടെ പാക്കിങ് തുടങ്ങാൻ പോകണുള്ളൂ. ഞാൻ പോയിട്ടിത് ബോക്സൊക്കെ വാങ്ങി, ഞാൻ ലിജോ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലേറ്റ്. ഇപ്പോൾ ടൈമായി, ഞങ്ങൾക്കിപ്പോൾ സമയം 8:33 രാത്രി. അപ്പോൾ ടുഡേ നൈറ്റ് വി ഹാവ് ടു കംപ്ലീറ്റ് ദ പാക്കിങ്. അപ്പോൾ നമുക്ക് പാക്കിങ് കാണാം. ഓക്കെ, ഇത് മൊത്തം സാധനങ്ങൾ നമുക്കിന്ന് പാക്കാക്കാനുണ്ട്. ഫാൻ ഇട്ടേക്കുന്ന ഇവിടെ AC വർക്കാവുന്നില്ല. അപ്പോൾ ഇത് മുഴുവനും എല്ലാം പാക്ക് ചെയ്യണം, ഇൻക്ലൂഡിങ് ദിസ്. ഇതൊക്കെ അലക്കിയിടണം, ഇതൊക്കെ മടക്കി വെക്കണം, ഇതെല്ലാം ചെയ്യാനുണ്ട്. ആൻഡ് ദെൻ എൻ്റെ അലമാരി കാണേ വേണ്ട. അലമാരി ഈസ് ലൈക്ക് മെസ്ഡ് അപ്പ്. പിടിക്ക് വാ. അപ്പോൾ വി ബോട്ട് 2 boxes ലൈക്ക് ദിസ്. ഒരു 30 kg യാ, ദിസ് ഈസ് വെരി ബിഗ്. ഓക്കെ, 2 boxesൽ ഒതുങ്ങും എന്നുള്ള വിശ്വാസം. ലിജോയുടെ അലമാരി ഇസ് സ്റ്റിൽ ബെറ്റർ, കുഴപ്പമില്ല. ബട്ട് എൻ്റെ അലമാരി കണ്ടോണ്ടല്ലോ മേടിച്ചു പോകും. കണ്ടോ എനിക്ക് തന്നെ തുണി ഈ ആഴ്ച തപ്പിയെടുത്ത് എനിക്കറിയില്ല. എവറിത്തിങ് ഇസ് മെസ്റ്റ്. അതെന്താ തട്ടില്ലാത്തതിൻ്റെ പ്രോബ്ലമാണ്. ഇതൊക്കെ ഒരു ഇച്ചിരി വെച്ചാൽ തന്നെ ഇടിഞ്ഞു വീഴും. എന്നാൽ ഇതൊക്കെ ഇത് ലിജോയുടെ താഴെ ഉണ്ട്. സോ ഇതൊക്കെ പാക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആൻഡ് ദെൻ വി സ്ലോലി ബിഗൻ. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് ഇസ് ഈ സൂട്ട് കേസ് ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ സൂട്ട് കേസ് കൊണ്ടുവന്നു, അത് അതിലേലും വിഷമമായിരുന്നു. അതേപോലെ തന്നെ ഓരോരോ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റേതായ ഒരു ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ലാസ്റ്റ് ഇയർ ഇങ്ങോട്ട് വന്നപ്പോൾ സൂട്ട് കേസുമ്പോൾ കുറച്ച് ടാഗ് ഒക്കെ ഇട്ടായിരുന്നു, ലൈക്ക് ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളർ റിബൺ. ഫിലിപ്പ് അങ്കിൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്, ലിജോയുടെ ഒരു റിലേറ്റീവ്. ഫിലിപ്പ് അങ്കിൾ എൻ്റെ ഫേവറേറ്റ് ആണ്. സോ ഹീ ടോൾഡസ് ഇങ്ങനെ റിബൺ ഇടാൻ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എയർപോർട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ റിബൺ വരെ ഇപ്പോഴും ആ സൂട്ട് കേസും ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലാണ്. സൂട്ട് കേസിൻ്റെ അകത്ത് ഓൾറെഡി കുറേ ഇടാത്ത ഡ്രസ്സസ് ഉണ്ടായി. അപ്പോൾ അത് ഞങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്തു, ഇനി ഇടാൻ പോകുന്നതും വേണ്ടാത്തതും ഒക്കെ ആയിട്ട്. സോ ഈ വേണ്ടാത്തത് ഞങ്ങൾ തീരുമാനിച്ചത് എടുത്തെടുത്ത് വെക്കണ്ട, ഇൻസ്റ്റഡ് വീട്ടിലിടാൻ പറ്റുന്നത് വീട്ടിലങ്ങ് ഇടാം, ബാക്കിയുള്ളത് ഒക്കെ പുതിയതാണ്. എന്നുവെച്ചാൽ ഇട്ട് കീറിയതോ പഴഞ്ചനോ അങ്ങനെ ഒന്നുമല്ല. സോ ഇൻസ്റ്റഡ് വാട്ട് വി കൻ ഡു, അതെടുത്ത് അങ്ങ് ഡൊണേഷൻ ബോക്സിലിടാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ. സോ എൻ്റെ അലമാരിയിൽ നിന്ന് എടുക്കുന്നതിൽ ഒരു 20% ഡൊണേഷൻ ബോക്സിലോട്ട് തന്നെ പോയി. കാരണം ഓൾമോസ്റ്റ് എല്ലാം പഴയതാണ്. ഗൈസ്, പാക്ക് ചെയ്യുന്നത് ഒട്ടും ഈസി അല്ല. ഇത്ര തുണികൾ നമുക്ക് ഉണ്ടായെന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഒരെണ്ണം ഓൾറെഡി പാക്കായി, പിന്നെ ആവശ്യമില്ലാത്ത ഡ്രസ്സുകളൊക്കെ ഇവിടെ ആക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് കീറിയതാ. ഈ കവർ ഫുൾ ആവശ്യമില്ലാത്ത ഡ്രസ്സുകളാണ്. ഇതൊക്കെ കൊണ്ടുപോയി അവിടെ ഒരു ഡൊണേഷൻ ബോക്സ് ഉണ്ട്, അതിൽ ഡൊണേറ്റ് ചെയ്യും. കയറ്റും എല്ലാ ഡ്രസ്സൊക്കെ. ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാനുള്ളത്. ഇനി ഇതൊക്കെ വെക്കാൻ സ്ഥലമില്ല. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോടോ? ഹൗ ഇസ് ദ എക്സ്പീരിയൻസ് ഓഫ് വീട് മാറ്റം? ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും വലിയ ടാസ്ക് ആ സൂട്ട് കേസ് അങ്ങ് മൂടുന്നതായിരുന്നു. കാരണം വി ഡിസൈഡഡ് നോട്ട് ടു ടേക്ക് എനി തുണികൾ ഇൻ ബാണ്ടക്കെട്ട് ഓർ കവർ. മാക്സിമം വൃത്തിക്കും മെനയ്ക്കും പോകാമെന്ന് വിചാരിച്ചു. കിടന്നും മറിഞ്ഞും ഒക്കെ ഞങ്ങൾ പാക്ക് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന തുണികളല്ലാതെ കുറച്ച് തുണികൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ വാങ്ങിയായിരുന്നു. സോ മാക്സിമം ആ സൂട്ട് കേസ് ഞാൻ കയറി ഇരുന്നൊക്കെയാണ് പൂട്ടിയത്. ഐ ടോൾഡ് ജോ വേണ്ട, ഞാൻ കയറി ഇരുന്ന പൊട്ടു എന്നൊക്കെ. പക്ഷെ അവൻ പറഞ്ഞു ഇല്ല, നമ്മുടെ ക്വാളിറ്റി സൂട്ട് കേസാന്നൊക്കെ പറഞ്ഞാൽ. ഇൻഫാക്ട് ഐ റിമെമ്പർ വി ബോട്ട് എ ക്വാളിറ്റി സൂട്ട് കേസ്. അപ്പം ഞാൻ ഇരുന്നും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഞാൻ ലിജോനെ ഹെൽപ്പ് ചെയ്തായിരുന്നു. കാരണം ഇത് ആക്ച്വലി നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമായിരുന്നു, ബട്ട് അതിന് ഇച്ചിരി പ്രഷർ ആവശ്യമായിരുന്നു. എനിക്ക് കൈയും വെച്ച് പ്രഷർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങ് കയറി ഇരുന്നേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളിപ്പോൾ പറയരുത് ഞാനാണ് അതൊക്കെ പൊട്ടിക്കുന്ന ആളെന്ന്. ബട്ട് വി എൻജോയ്ഡ് ദിസ് പ്രോസസ് ആൻഡ് ഇറ്റ് ഡിൻ ബ്രേക്ക്. ദ സൂട്ട് കേസ് ഡിൻ ബ്രേക്ക്. ഏകദേശം ഒരു 5 minutes മെനക്കെട്ട് കഴിഞ്ഞപ്പോൾ ആ സൂട്ട് കേസ് ഒന്ന് നടക്കാൻ പറ്റി. ആൻഡ് വി സ്റ്റഫ്ഡ് ഓൾ അവർ ക്ലോത്ത്സ് ഇൻസൈഡ് 2 suit cases. കൊണ്ടുവന്നതാണ്, അതേപോലെ തന്നെ ഉണ്ട്. ഇന്റർവ്യൂ ടൈമിൽ മാത്രമേ അധികം എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ സൂട്ട് കേസിൽ നിന്ന് വെളിയിലെടുത്തത്. ഈ വീഡിയോ വിഘ്നേഷ് കാണുന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് ദ ബുക്ക് ദാറ്റ് വിഘ്നേഷ് ബോട്ട്, ഹൗ ടു സക്സീഡ് ഇൻ ഹൈലി കോമ്പറ്റേറ്റീവ് ജോബ് മാർക്കറ്റ്, ആൻഡ് ഹി വെന്റ് ബാക്ക് ടു ഇന്ത്യ ഓൾസോ. ആൻഡ് ഇതൊക്കെ നമ്മുടെ അടുത്ത് കാണും. ഇതൊക്കെ നമ്മൾ എന്തോ ഇത്
എന്താണ് CV റെസ്യൂമിൻ്റെ കോപ്പീസൊക്കെയാണ്. ദിസ് ഈസ് ഹൗ വി ടുക്ക് എവറിത്തിങ് ഫോർ ഇൻ്റർവ്യൂസ് ആൻഡ് എല്ലാം. എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു വർഷം മുന്നേ കണ്ട ഇതൊക്കെ എൻ്റെ മമ്മിയൊക്കെ തന്നതാണ്. ലൈക്ക് ഓർമ്മ വരുന്നു. ഇതൊക്കെ ലിജോയുടെ മമ്മിയും പപ്പയും എൻ്റെ മമ്മിയും പപ്പയൊക്കെ കുത്തിയിരുന്ന് പാക്ക് ചെയ്ത് തന്നുവിട്ട കാര്യങ്ങൾ ഇതൊക്കെ. ഇറ്റ് ഫീൽസ് സോ എന്താ പറയുക, ആധാർ കാർഡൊക്കെ ഉണ്ട് കണ്ടോ, ആധാർ കാർഡൊക്കെ. ഇറ്റ് ഫീൽസ് വെരി നൊസ്റ്റാൾജിക് ടു സീ ഓൾ ഓഫ് ദീസ്. ഇതൊക്കെ ഐ സ്റ്റിൽ റിമെമ്പർ. മമ്മി കൃപാസനത്തിൻ്റെ പത്രമൊക്കെ വെച്ച് തന്ന് എല്ലാം, എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും എല്ലാം തന്നത്. പറഞ്ഞല്ലോ തൻ്റെ പാസ്പോർട്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് സെക്ഷൻ. ആൻഡ് 2 സൂട്ട് കേസ് പാക്കായി ഓൾറെഡി. അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. ഇനി നമുക്കുള്ളത് ഇത്രയും ലിജോയുടെ ഒരു ജാക്കറ്റ് ഉണ്ട്. എൻ്റെ പൊന്നെ, ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാ, പക്ഷെ ഇത് എവിടെ വെക്കുമെന്ന് എനിക്കറിയില്ല. നല്ലൊരു ജാക്കറ്റ്. ഈ ജാക്കറ്റും ആ തുണികളും തലോണി കമ്പിളി ഇത്രയും സാധനം ഉണ്ട്. ഇതൊക്കെ എവിടെ കയറ്റുമെന്ന് അറിയില്ല. ഞാൻ നിൽക്കുക. നമുക്ക് ഇനി അടുത്തത് എന്താ? അടുത്തത് വാട്ട് ഷാൽ വി പാക്ക്? ലിജു അതിൻ്റെ ഇടയ്ക്ക് വേറെ ഡ്രസ്സുകളൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ഇത് ബർത്ത്ഡേ ടൈമിൽ ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ ഹി വാസ് കുറച്ച് ചബ്ബി. അപ്പോൾ ഇപ്പോൾ ശരിയായി. അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് ട്രയലൊക്കെ നോക്കുക ഈ ഗ്യാപ്പിൽ. നെക്സ്റ്റ് എന്താ ചെയ്യുക? നെക്സ്റ്റ് നമ്മുടെ പാത്രം ഞാൻ കാണിച്ചു തരാം. ഐ ഷോ യു ഹൗ ദ പാത്രം ലുക്സ്. ആക്ച്വലി ഈ റൂമിലെ ചേട്ടനും വെക്കറ്റായി. ഞാൻ അത് പിന്നെ നമ്മുടെ ഒരു സെറ്റ് തുണി അലക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി, ഇതൊക്കെ നമ്മുടേതാ. ദിസ് ഓൾ ആർ ഹാർസ്. ഇതൊക്കെ നമ്മുടെയാ. ഇതൊക്കെ നമ്മൾ കഴുകി, ഉള്ളിലുള്ളതൊക്കെ കഴുകണം. ഇതൊക്കെ കഴുകി നമ്മൾ കയറ്റണം. ഇതൊക്കെ നമ്മുടെയാ. പിന്നെ അതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മുടെ അല്ല, ഇത് അപ്പുറത്തെ റൂമിലെ ചേച്ചിയുടെ. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ അവരുടേതാട്ടോ. ഈ അച്ചാറൊക്കെ എൻ്റെയാ. ഈ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം. ഈ 2 റാക്കിൽ നമ്മുടെയാ. പിന്നെ എന്നാ ഉള്ളത്? പിന്നെ എന്തോ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് ഉണ്ട്. ഇത് നോൺ വെജൊക്കെ വെച്ചിട്ടുള്ളതാണ്. അവർ നോൺ വെജ് വെച്ചിട്ടുള്ളത്. ദിസ് ഇസ് നോട്ട് അവേഴ്സ് അറ്റ് ഓൾ. ഇത് മാത്രം നമ്മുടെ കോണും എന്തോ വെള്ളവും ഐസും ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ മസാലകൾ വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോണ. ഓക്കെ, ഇതെവിടെയെങ്കിലും കുത്തിക്കട്ടെ തുണിയൊക്കെ. പിന്നെ ഈ ആക്സെൻചറുടെ ബാഗിൽ നമുക്ക് പറ്റുന്നത്ര ഐറ്റംസ് അങ്ങ് കയറ്റി. വി മേഡ് ഷുവർ ദാറ്റ് ബാഗ് കീറില്ല എന്നുള്ളത്. ഡോക്യുമെൻസിൻ്റെ ബാഗിൽ ഡോക്യുമെൻറ്റ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. ഗൈസ്, സോ വി ഹാവ് പാക്ഡ് ഈ 2 കാർട്ടൺ ബോക്സ്. അപ്പോൾ ഇതിൽ നമ്മുടെ പാത്രങ്ങളും സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ എല്ലാം ഉണ്ട്. ഓക്കെ, എവറിത്തിങ് ഇസ് ദർ. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ, അവിടെ നിന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ കാണിക്കാം. ആൻഡ് ദിസ് ഇസ് വേസ്റ്റൊക്കെ, കുറേ വേസ്റ്റ് എല്ലാം ഉണ്ട്. എൻ്റെ 2 സൂട്ട് കേസ് ഇതെല്ലാം ഉണ്ട്. ഇനിയുണ്ട്, കുറേ ഉണ്ട്. അറിയില്ല, ഇൻ 9 months ഇത്രയും സാധനങ്ങൾ നമ്മൾ ആസ് എ ഫാമിലി വി ബോട്ട്. എൻ്റെ ക്യൂട്ടായിട്ടൊരു ചെരുപ്പെല്ലാം ഉണ്ട്. വി ഓൾമോസ്റ്റ് ഡൺ. ത്രോ What are you feeling though? Exhausted. I don't know, എനിക്ക് ഈ സ്പേസ് വിട്ടു പോകാനുള്ള വിഷമം. ജസ്റ്റ് ദിസ് വിൻഡോ കാ സ്പേസ്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ഇറ്റ്. രസം. എന്ത് ചെയ്യാൻ പറ്റും, പോയേ പറ്റൂ. ഇത് നാളെ രാവിലെ ഡിസ്മാൻറ്റിൽ ചെയ്ത് വെക്കാം. ഇത് ഡിസ്മാൻറ്റിൽ ചെയ്ത് വെക്കണ്ട. ഇത് വലിയ യൂസൊന്നുമില്ല, ബട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ സഹായം എടുക്കാറുണ്ട്. ಇದು ಶಕ್ತಿಯುടെയാണ്. ಶಕ್ತಿ ನೀನು ಈ ವಿಡಿಯೋ ನೋಡ್ತಾ ಇದ್ರೆ ಇದು ಹೋಯ್ತು ಶಕ್ತಿ, ಇದು ನಿನಗೆ ನಾನು ಕೊಡಲ್ಲ ರಿಟರ್ನು. ഞാൻ അവനോട് 10 പ്രാവശ്യം പറഞ്ഞാൽ വന്നെടുക്കാൻ, അവൻ എടുക്കുന്നില്ല. ഇനി ഇതിനകത്ത് എൻ്റെ കുറേ തുണികളുണ്ട്. വേണ്ട, ഇത്രയും കച്ചറയായി റൂം. ലാസ്റ്റ് നാളെ സെറ്റാക്കി എടുക്കാം. ദെൻ വി ഹാവ് എ ലിറ്റിൽ ഫിഷ് അവിടെ, അതെന്തെങ്കിലും ചെയ്യണം. ഇതൊക്കെ വേസ്റ്റാണ്, അടിയിലൊക്കെ വേസ്റ്റാണ്, മൊത്തം വേസ്റ്റാണ്. ഇത് ഫിഷിൻ്റെ ഫുഡ് മറിഞ്ഞതാണ്. ഇതൊക്കെ കൊടുക്കാനുള്ള തുണികളാണ്. ഓക്കെ, ഓരോരോ ഷൂ കണ്ടുപിടിക്കുന്ന കണ്ടോ. അതന്നെ, ഇത്ര ഷൂ ഉണ്ട് ഗൈസ്.
എത്ര ഷൂ ഉണ്ട്. നമ്മൾ ഈ ചെരുപ്പുകളുടെ മാത്രം. ഇങ്ങനത്തെ ഒരു ചെരുപ്പ് എനിക്കുണ്ടായി, ഞാൻ ഈ കാര്യം വിട്ടുപോയി. ഇതെൻ്റെ കല്യാണത്തിന് വാങ്ങിയതാ, എന്നിട്ട് കെട്ടിൻ്റെ സമയത്ത് കാണാണ്ട് പോയി. ഇതെന്ത് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചു. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഷൂ കളക്ഷൻ്റെ ഒരു വീഡിയോ ഇടാം. ചെക്കൻ യൂസ് ചെയ്യുന്ന ഓൺലി പൂമ. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത്രയും ചെരുപ്പുകൾ ഉണ്ട്. ആൻഡ് ഇതിൽ ലിജോ ആകെ യൂസ് ചെയ്യുന്ന ചെരുപ്പ് ഞാൻ കാണിക്കാം. ഏതാണോ എവിടെ അത്? ഈ ഒരു സാധനം ഇതാണ് എപ്പോഴും ഓഫീസിലിടുക. ഇതും പിന്നെ കൂടിപ്പോയ ആ റെഡും ബ്ലാക്കും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയുന്നുണ്ട്, ഇതും കൂടെ ഇടും. അല്ലാണ്ട് വേറൊരു സാധനം ഇടത്തില്ല. ബട്ട് ഇത്രയും ചെരുപ്പുകളുടെ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. മതിയാടോ ചെരുപ്പ്? ഇനിയും കുറച്ചുകൂടെ ഷൂ സ്റ്റോർ അങ്ങ് തുടങ്ങാം. നമുക്ക് എണ്ണാം പൂമയുടെ എത്ര ഷൂ ഉണ്ടെന്ന് എണ്ണാം. പൂമയുടെ 1 അടിപൊളി ഷൂവാ പൂമ. പൂമയുടെ 2ാമത്തത്. ഭയങ്കര ഹാപ്പിയായി മാത്രം. ഇത് അനിൽ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഹി ഗിഫ്റ്റഡ് ഓൺ ലിജോസ് ബർത്ത്ഡേ. ഇറ്റ്സ് അഗെയിൻ പൂമ. നമ്മൾ ഈ കവറിലാക്കുന്ന ഈ ബാണ്ടക്കെട്ട് എന്തിനാക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇറ്റ്സ് ബിക്കോസ് വി ഹാവ് ടു പുട്ട് ഇൻ ടു ദിസ് ബോക്സസ്. ഇത് പൂമയുടെ നാട്ടിൽ നിന്ന് ലിജോ ഓർഡർ ചെയ്യിപ്പിച്ചതാണിത്. അഗെയിൻ വെരി ഗുഡ് ഷൂ. പക്ഷെ ചെക്കൻ ഇട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. അഗെയിൻ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത്. തേഞ്ഞ് അതിൻ്റെ അടി കാണിച്ച് തേഞ്ഞ്. ഇത് മറ്റേ സ്കൂട്ടറിന് ടയറൊക്കെ ഏത് കവറാ? ഇത്ര സാധനം ഞങ്ങൾ പാക്കാക്കി. ഇനി ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് തേഞ്ഞ് പോയി ഇട്ടിട്ട് ഓൾമോസ്റ്റ് 1.5 ഇയർ അല്ല. അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാ പൂമയുടെ. വന്നപ്പോൾ ഒരൊറ്റ ഷൂ വെച്ച് വന്നതാ. ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെൻ ഹി വെയർസ് ഓൾസോ ഇറ്റ് ഇസ് റിയലി ഗുഡ്. പിന്നെ ഭയങ്കര സന്തോഷം. പിന്നെ ഈ ഒരു കളർ ഇട്ടിട്ട് പോലില്ല അല്ലേടോ. പിന്നെ ഇതെനിക്ക് അനിൽ ഗിഫ്റ്റ് ചെയ്തതാണ് ഡ്യൂറിങ് മൈ ബർത്ത്ഡേ. വെരി പ്രിറ്റി ഷൂസ്, ഭയങ്കര കംഫർട്ടാണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ പൂമ. ഞാനൊരു ബ്രാൻഡഡ് ആളല്ല. ഞാൻ എല്ലാ തരത്തിലും ലോക്കൽ ചെരുപ്പുകളെല്ലാം വാങ്ങിയിടും. പക്ഷേ ഇവരെനിക്ക് വാങ്ങിത്തരുന്നൊക്കെ നൈസാണ്. ഇൻഫാക്ട് എൻ്റെ പപ്പയും മമ്മിയും നല്ല ചെരുപ്പുകൾ വാങ്ങിത്തരായിരുന്നു. എന്നാലും ഞാൻ തേടി പോകുന്നത് ഇതേപോലത്തെ ലോക്കൽ ഐറ്റംസാണ്. എൻ്റെ നെയിൽ പോളിഷ് എല്ലാം പോയി ഗൈസ്. നാളെ ഇടാം. ലിജോയുടെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലിജോ പോവാ. ഇനി ബാക്കി എൻ്റെതാ. ഇതുണ്ട്. ഈ ഒരു ഹീല് ഞാൻ ഇട്ടിട്ടേ ഇല്ല. പിന്നെ ഒരു ഷൂ അത് കഴുകിയിട്ടേ ഇല്ല. അത് ലിജോടെയാണ്. ദിസ് ഇസ് ലിജോസ്. ദിസ് ഇസ് ഓൾസോ ലിജോസ്. ഇത് ലിജോടെയാണ്. ഇത് രണ്ടും എൻ്റെ ആണ്. ഈ ലാസ്റ്റത്തെ ഇത് കളയണം, പൊട്ടി. ദിസ് ഇസ് നൈസ്. ഇത് സ്പ്ലാഷിലത്തെയാണ് നല്ലത്. ഇത് ലിജോ വീട്ടിലിടുന്നതാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ചെരുപ്പ് ഇത് ഇവിടെ കിടക്കും. ഓക്കെ, ഞങ്ങളുടെ ഓൾമോസ്റ്റ് 60% കഴിഞ്ഞു. ഇതൊക്കെ ഇത്ര. എൻ്റെ ചെരുപ്പ് ലിജോ പാക്ക് ചെയ്യത്തില്ല, ഞാൻ പാക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, വി ഹാവ് ഡൺ ലൈക്ക് ഓൾമോസ്റ്റ് 80% എന്ന് പറയാം. ഇനിയും ബാക്കിയുണ്ട്. ഇറ്റ് ഈസ് 11:16 രാത്രി. ഞങ്ങളുടെ തലോണകൾ ഇനി കുറേ ഉണ്ട്. എൻ്റെ ബാക്കിൽ കണ്ട മുക്കാൽ സാധനങ്ങളും അവിടെ ബാക്കിൽ പാക്കായി. ഇനി നാളെ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതെന്താ 2 പാൻറ്റ്? ഇതെൻ്റെ മറ്റേത് ലിജോടെയാണ്. കുറച്ച് സാധനങ്ങൾ ആ വിൻഡോയിൽ ഇരിപ്പുണ്ട്. പിന്നെ ബാക്കി എന്തെനിക്ക് അറിയില്ല. ഇപ്പോൾ പോയിട്ട് എന്തെങ്കിലും ഞം കഴിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങും. പിന്നെ ബാക്കി നാളെ നോക്കും. ഞാൻ ഒന്ന് കാണിക്കാം. അപ്പോൾ കട്ടിലിൽ നിന്നൊക്കെ ക്ലിയർ ആക്കി. ആൻഡ് ഇതിൽ കുറച്ചും കൂടി നമ്മുടെ ആ കിച്ചണിൽ മുകളിലിരിക്കുന്ന മസാല ഐറ്റംസൊക്കെ ഇതിൽ വെക്കാനുണ്ട്. അത് ഫില്ല് ചെയ്ത് വെക്കണം. നമ്മൾ നാളെ കടയിലൊന്ന് ഫൈനൽ ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നുണ്ട്. തുണികൾ പാക്കാക്കി. അതിൽ നമ്മുടെ ഡോക്യുമെൻസും തുണികളും. പിന്നെ അതെന്താ എനിക്ക് പോകാനുള്ള മടിയാണ്. പിന്നെ ഇതും നമ്മുടെ ഐറ്റംസാണ്, അതും പാക്കാക്കി. പിന്നെ ഓൾ ദീസ് 3 ചെരുപ്പ് സെറ്റാണ് ഞാൻ കാണിച്ചില്ലേ.
ചെരുപ്പും ഇതും തുണിയാണ്. പിന്നെ ഇവിടെ കിടക്കുന്ന തുണികൾ അവിടെ അപ്പുറത്തെ സൈഡ്, റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ഡൊണേഷൻ ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ഡൊണേഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഒക്കെ എം ടി ആക്കി. ഇതെന്തോ ഒരു സാധനം. അപ്പോൾ ഇത് വെറും ക്യൂട്ടിക്കൽ ടിൻറ്റെന്ന് പറഞ്ഞിട്ട് വെറുതെ വേസ്റ്റായി ഞാൻ വാങ്ങിയത്. ഇതും എം ടി ആക്കി. ഇനി ഇതൊക്കെ നാളെ കുളിച്ച് അപ്ലൈ ചെയ്തിട്ട് കയറ്റാലോ എന്ന് കരുതി. പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും, പിന്നെ ഇവിടെയൊക്കെ കുറച്ച് കച്ചറൊക്കെ വന്നുപോയി നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ. വേറെ ഒന്നുമില്ല എടുക്കാൻ വേണ്ടിയിട്ട്. ചെരുപ്പും ഈ ഒരു മിററും, പിന്നെ ഇവിടെ ഈ ഒരു സംഭവം നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതുകൊണ്ട് 3 ബാഗുകളുണ്ട്. ഇതുണ്ട്. പറഞ്ഞ പോലെ ശക്തിക്ക് ഞാൻ തിരിച്ചു കൊടുക്കില്ല എന്ന് തോന്നുന്നു. അവൻ വരെയില്ല, ഞാൻ കൊടുക്കുകയില്ല. പിന്നെ ഇതൊക്കെ കാലിയാക്കി, എല്ലാം കാലിയാക്കി. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പോയി ഡിന്നർ കഴിക്കാൻ പോവാണ്. വാ, സേ ബൈ.